ഏറ്റവും കൂടുതൽ പ്രാധാന്യവും മുൻഗണനയും പത്തനംതിട്ട ജില്ലയിൽ കൊടുക്കും. അതുപോലെ കാലാവസ്ഥ പ്രവചനവുമായി ബന്ധപ്പെട്ട നിലവിലുള്ള സംവിധാനങ്ങൾ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനുള്ള തീരുമാനം നമ്മൾ ബജറ്റിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് റെസീലിയൻസ് സിസ്റ്റം ഉണ്ടാവും. അതും ഏറ്റവും ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ തന്നെ നടപ്പാക്കാനുള്ള തീരുമാനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കൂടുതൽ റെയിൻ ഗേജ് സ്റ്റേഷനുകൾ, അത് മാനുവലായിട്ട് അല്ലാത്തതും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കൊണ്ടുകൂടി ഈ രംഗത്ത് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന നല്ല ഏജൻസികളെ കൂടി, നല്ല ഏജൻസികൾ, ഇപ്പോൾ കൊച്ചി സർവകലാശാല ഉൾപ്പെടെയുള്ള ഹ്യൂം സെന്റർ ഉൾപ്പെടെയുള്ള നല്ല ഏജൻസികളെ കൂടി സഹകരിപ്പിച്ചുകൊണ്ടുള്ള ഫലപ്രദമായ ഒരു ക്ലൈമറ്റ് പ്രഡിക്ഷൻ, കാലാവസ്ഥ നേരത്തെ തന്നെ അത് അറിഞ്ഞ് ആ പ്രവചനത്തിൻ്റെ അത് വ്യാഖ്യാനിച്ച് കൃത്യമായിട്ടുള്ളൊരു വാർണിംഗ് സിസ്റ്റം, മുന്നറിയിപ്പ് സംവിധാനം ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഉണ്ടാകാൻ നോക്കും. പക്ഷെ ഇവിടെ ഞങ്ങൾ ഇന്നലെ വിശദീകരിച്ചതുപോലെ ഇപ്പോൾ ഉള്ള പ്രശ്നം, ഞങ്ങൾ ഈ മൺസൂണിന് മുമ്പ് തന്നെ ഇത് സംസാരിച്ചാണ്. ഈ അതിതീവ്ര മഴയും അതുപോലെ ക്ലൗഡ് ബേഴ്സും ഉണ്ടാകുന്ന റഡാറിൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആളുകളെ മാറ്റുന്നതിനുള്ള സമയം കിട്ടുന്നില്ല. അത്ര ചെറിയ ഗ്യാപ്പിൽ ഇത്രയും വലിയ മഴ പെയ്യാണ്. 200 മില്ലിക്ക് മീതെ മഴ പെയ്താൽ തന്നെ അതിതീവ്ര മഴയാണ്. ഇവിടെ പല സ്ഥലത്തും 340 ആണ് വടശ്ശേരിക്കരയിലേത്. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഈ 200 മീതെ അതിതീവ്ര മഴ വളരെ കുറഞ്ഞ സമയം ഉണ്ടായിരിക്കുകയാണ്. പിന്നെ വെള്ളം പൊങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം വനത്തിന് അകത്തുണ്ടായ ലാൻഡ് സ്ലൈഡുകളും ലാൻഡ് സ്ലിപ്പുകളുമാണ്. ധാരാളം ലാൻഡ് സ്ലൈഡും ലാൻഡ് സ്ലിപ്പും വനത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ വലിയ ഭാഗ്യം കൊണ്ടാണ് വലിയ ഈ അധികം മരണങ്ങളോ അങ്ങനത്തെ വലിയ അപകടങ്ങളോ ഉണ്ടാകാതെ പോയതൊരു ഭാഗ്യത്തിന്റെ ഒരു ഘടകം കൂടി യഥാർത്ഥത്തിലുണ്ട്. അപ്പോൾ വനത്തിന് അകത്തു നിന്നും ആ പൊട്ടിയൊലിച്ചു വന്ന വെള്ളമാണ്. വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്, ചെറിയ ചെറിയ ലാൻഡ് സ്ലിപ്പുകൾ ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലാത്ത സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി പരിശോധിച്ചുള്ള ഒരു ഫലപ്രദമായ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫലപ്രദമായ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് റെസീലിയൻസ് സിസ്റ്റം കേരളത്തിൽ ഉണ്ടാകുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കും. അതിന് പത്തനംതിട്ട ജില്ലയ്ക്ക് പൂർണ്ണമായ മുൻഗണന നൽകും. നമ്മൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും ആവശ്യമായ സന്നാഹങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ 2 ഹെലികോപ്റ്ററുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആവശ്യമായ സ്ഥലത്ത് വേണമെങ്കിൽ ഏരിയലായിട്ട് സപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റും. അല്ലാത്ത സ്ഥലത്തുള്ള ഫുഡ് പാക്കേജുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. NDRFന്റെ ടീമിനെ എല്ലാ സ്ഥലത്തും റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. പോലീസ് ഈ ഏറ്റവും നമ്മൾ സംശയമുള്ള സ്ഥലങ്ങളിലെ പോലീസ് സേന മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കൂടി വിന്യസിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സിനെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. പോലീസിൽ തന്നെയുള്ള RTFനെ കൂടി, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ കൂടി സന്നദ്ധരായിട്ട് എല്ലാ സ്ഥലത്തും നിർത്തിയിട്ടുണ്ട്. നമുക്ക് ആകെ ഒരു ഭയമുള്ളത് ഈ അതിതീവ്ര മഴയാണ്. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എവിടെയാണ് ഇത്, അത് ഏറ്റവും നമ്മൾ പറഞ്ഞാൽ ഏറ്റവും സെൻസിറ്റീവായ സ്ഥലത്ത്, പ്രത്യേകിച്ച് ഈ പശ്ചിമഘട്ട മലനിരകളിലെ സെൻസിറ്റീവായ സ്ഥലത്ത് അത് പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലാൻഡ് സ്ലൈഡുകളും ലാൻഡ് സ്ലിപ്പുകളുമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. പിന്നെ ഈ നദിയിൽ ഈ മണ്ണ് വന്ന് അടിഞ്ഞു കിടക്കുന്നത്. ഇപ്പം ഈ ഒരു പ്രളയം കൂടി കഴിയുമ്പോഴേക്കും ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് മാലിന്യങ്ങളും മണ്ണും എല്ലാം വീണ്ടും വന്ന് അടിയാണ്. അപ്പം അതാണ് ഇപ്പോഴുള്ള പ്രസന്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു വെല്ലുവിളി. അതാണ് ഇത് മാറിക്കഴിഞ്ഞാൽ നമ്മൾ അടിയന്തര പ്രാധാന്യം കൊടുത്ത് ഇനി അടുത്ത ഫ്ലഡ് വരെ കാത്തിരിക്കാതെ 5-8 കൊല്ലമായി ഇത് ഇങ്ങനെ കെട്ടിക്കിടന്നിട്ട് ഒരു നടപടി എടുക്കാതെ ആ മുന്നൊരുക്കം ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. 150-ൽ മീതെയുള്ള ആളുകളുള്ള ക്യാമ്പുകളെല്ലാം 2 ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ അപ്രതീക്ഷിതമായി വന്നു ചേരുന്നതാണ്. അപ്പൊ പിന്നെ അതിഥി തൊഴിലാളികൾ ധാരാളം പേരുണ്ട് ഇവിടെ. അവരെ കോൺട്രാക്ടർമാരൊക്കെ അവരെ ഇങ്ങോട്ട് ക്യാമ്പിലേക്ക് പറഞ്ഞു വിടുകയാണ്. അവർ പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ് കോൺട്രാക്ടർമാരെല്ലാം. അവരിങ്ങോട്ട് പറഞ്ഞു വിടുക. അപ്പൊ അവർക്ക് ചില സ്ഥലത്ത് അങ്ങനെയാണ്, അവർക്ക് നമ്മളെ പാക്കറ്റ് ഫുഡ് പറ്റില്ല, അവരുടെ പ്രത്യേക ഭക്ഷണം വേണം, അത് പ്രത്യേകമായി ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെയുള്ള ചില വിഷയങ്ങൾ ചില സ്ഥലത്തുണ്ട്. അത് പ്രത്യേകമായി അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്യുന്നുണ്ട്. 150-ലേറെ ആൾ കൂടിക്കഴിഞ്ഞാൽ അടുത്ത ക്യാമ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അല്ലല്ല, ആവശ്യത്തിനുള്ള ഉദ്യോഗസ്ഥരെ മറ്റ് ജില്ലകളിൽ നിന്ന് വിന്യസിപ്പിക്കും. അത് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് പറഞ്ഞിട്ടുണ്ട്, ജില്ലാ കളക്ടറോട് പറഞ്ഞിട്ടുണ്ട്. അത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അതിന് ആവശ്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എത്ര വേണമെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ കൊടുക്കും. പിന്നെ നമ്മൾ മെഡിക്കൽ ക്യാമ്പുകൾ മെഡിക്കൽ ചെക്കപ്പ് കൃത്യമായിട്ട് എല്ലാ ക്യാമ്പിലും നടത്തുന്നുണ്ട് ഭംഗിയായിട്ട്.
അത് ആരോഗ്യ സംവിധാനത്തിൽ നിന്ന് തന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രികളുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചും പരിശോധിക്കുന്നുണ്ട്. മറ്റു രോഗങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇവർ തിരിച്ചു ചെല്ലുമ്പോൾ അവരുടെ കിണറിൽ ക്ലോറിനേഷൻ നടത്തി വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് കൂടി അതുകൂടി ഇതിനോടൊപ്പം തന്നെ സപ്ലൈ ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, ചെയ്തല്ലേ പറ്റുള്ളൂ. നമ്മൾ അതെല്ലാത്തിനും റെഡിയാണ്. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെഡിയാണ്. ഏതെല്ലാം ജില്ലകളാണ് എന്ന് പരിശോധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും അപകട സാധ്യതയുള്ള പ്രദേശങ്ങളെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അവിടെ പ്രത്യേകമായ സംവിധാനങ്ങൾ ഇറക്കും. No, it is missing. It is missing. They are searching through various means. അതല്ല, അത് ഇവിടെ മന്ത്രി മണിക്കൂറുകൾക്കകം ഇവിടെ ഒരു മന്ത്രി എത്തി, മനസ്സിലായില്ലേ? ഈ സംഭവം ഉണ്ടായി. നമ്മൾ പോകുന്നതല്ലല്ലോ, നമ്മൾ ചെല്ലുന്നത് അവിടെയുള്ള സംവിധാനങ്ങൾ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. ആദ്യ സംവിധാനങ്ങൾ ഉണ്ടാക്കണ്ടേ? എല്ലാ വെളുപ്പിന് 5 മണിക്ക് അറിഞ്ഞത് മുതൽ എല്ലാ മന്ത്രിമാരെയും ജില്ലയിൽ ബന്ധപ്പെട്ടു. അവരെല്ലാവരും ആ സ്ഥലത്തെത്തി. എല്ലാ MLA-മാരെയും ബന്ധപ്പെടുത്തി, എല്ലാ കളക്ടർമാരെയും ബന്ധപ്പെട്ടു. ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. അഡീഷണൽ ആയിട്ടുള്ള പണം അനുവദിക്കുന്നതിനുള്ള ഉൾപ്പെടെയുള്ള ഏർപ്പാടുകൾ ഏർപ്പെടുത്തി. അതാണ്. പിന്നെ ഞാൻ CPM ജില്ലാ കമ്മിറ്റി പറയുന്ന അനുസരിച്ചുള്ള ഡേറ്റിലല്ലല്ലോ ഞാൻ പോകുന്നത്. അതെല്ലാം ക്ലിയർ ചെയ്ത കേസാണ്. ഇന്നലെ ക്ലിയർ ചെയ്ത. നിങ്ങളിപ്പോ ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് ഈ വിഷയത്തിന്. അതെല്ലാം ഇന്നലെ പത്രസമ്മേളനത്തിൽ ക്ലിയർ ചെയ്ത. പ്ലീസ് പ്ലീസ് പ്ലീസ്. Now we have reviewed the rehabilitation process and other measures in Pathanamthitta districts. There are more than 133 camps. The inhabitants are more than 6,000. The camps, all measures are taken by the government to provide the food, shelter, and toilets were arranged. And then now we are providing sufficient help when they are going back to their home also. We have made all arrangements. സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന് ആവശ്യമായ ബോട്ടുകളെല്ലാം ഉണ്ട്. എല്ലാ സ്ഥലത്തും ആവശ്യമായ 14 മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകൾ നേരത്തെ തന്നെ കൊല്ലത്തുനിന്ന് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. 14 എണ്ണം ആലപ്പുഴയിൽ നിന്നും കൊല്ലത്തു നിന്നുമായിട്ട് എല്ലാ സാധനങ്ങളും എത്തിക്കാനുള്ള സംവിധാനം. ഏത് ക്യാമ്പിലാണ് കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിറ്റുകൾ കൊണ്ട് അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആ സംവിധാനങ്ങളുണ്ട്. ക്യാമ്പുകളിൽ എല്ലാ സാധനങ്ങളും. രാവിലെ ബൂത്ത് പ്രസിഡന്റിന്റെ വീട്ടിൽ പോയല്ലേ? ഏത് ക്യാമ്പിൽ എവിടെയാണ് പരാതി എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ പരിഹരിക്കും. 133 ക്യാമ്പുകളും 6400 പേര് നിൽക്കുകയാണ്. അത് CPM-കാര് പറഞ്ഞാലും ആര് പറഞ്ഞാലും പരിഹരിക്കും. എല്ലാ നിങ്ങള് ഞാൻ പറഞ്ഞുതരാം, കൈരളി TV ഒന്നും ഈ ജനങ്ങൾ കഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുമ്പോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി ഇറങ്ങണ്ട. അല്ല, ഒരു കുത്തിത്തിരിപ്പ് പുറത്തു വന്നല്ലോ. ഒരു പാവ സ്ത്രീയെ കൊണ്ട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞതൊക്കെ പുറത്തു വന്ന് നാണം കെട്ട് നിൽക്കുക. ഇനി നാണം കെട്ടണ്ട. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. മന്ത്രിയും MLA-മാരും ആ പരാതി പറഞ്ഞു. പല വീടുകളിൽ നിന്നും നമ്മൾ ഇവാക്യുവേഷൻ നടത്താൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുക്കുമ്പോൾ അവർ പോരുന്നില്ല. അവർ ചില വീട്ടിലൊക്കെ 2ാമത്തെ നിലയിലൊക്കെ നിൽക്കുകയാണ്. അത് വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ പോയി അവരെ രക്ഷപ്പെടുത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഉദ്യോഗസ്ഥന്മാരുടെയും ജനപ്രതിനിധികളുടെയും ആ അപേക്ഷ പരിഗണിച്ച് ഈ ഇവാക്യുവേഷൻ നടത്തുന്ന ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന സ്ഥലത്ത് അതുമായിട്ട് പൂർണ്ണമായി സഹകരിക്കണം എന്ന് ഞാൻ കൂടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം,
ഞങ്ങളൊക്കെ ക്യാമ്പ് നടത്തി പരിചയമുള്ളവരാണ്. ചിലർ വരില്ല, ചിലർ ഇല്ല ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കും. ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്ന ഭയങ്കര റിസ്ക് ആണ്. പോകുന്ന ആളുകൾ കൂടി, രക്ഷാപ്രവർത്തകർ കൂടി റിസ്ക് ആവും. അതുകൊണ്ട് പൂർണ്ണമായി എല്ലാ പ്രവർത്തനങ്ങളുമായി സഹകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പത്തനംതിട്ടയിൽ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചതിന് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു മുഖ്യമന്ത്രി. ക്യാമ്പുകളിൽ ആവശ്യത്തിന് ഭക്ഷണവും പോലീസ് സുരക്ഷയും ലഭ്യമാക്കാനുള്ള നടപടികളടക്കം സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭക്ഷണം വിതരണം ചെയ്യാൻ ആവശ്യമെങ്കിൽ ഹെലികോപ്റ്റർ അടക്കം ഉപയോഗിക്കാമെന്ന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കൂടാതെ വെള്ളം കയറിയ വീടുകൾക്ക് 10,000 രൂപ നൽകാനും തീരുമാനമുണ്ടായിരിക്കുന്നു. പമ്പ അടക്കമുള്ള നദികളിലെ മണ്ണ് നീക്കം ചെയ്യും. മണ്ണ് നീക്കുന്നതിൽ വീഴ്ച ഉണ്ടായതാണ് ഇത്തരത്തിൽ മറ്റൊരു പ്രളയ സമാന സാഹചര്യത്തിലേക്ക് കടക്കാനിടയായതെന്നൊരു വിമർശനം കൂടി മുഖ്യമന്ത്രി ഉന്നയിക്കുന്നുണ്ട്. ക്യാമ്പുകളിലടക്കം മെഡിക്കൽ പരിശോധന നടത്താനും അതുപോലെ തന്നെ ദുരന്ത നിവാരണ സംവിധാനം മെച്ചപ്പെടുത്താനും തീരുമാനം ആയിട്ടുണ്ട്. പ്രസാദ് എംജിയുണ്ട വിവരങ്ങളുമായി. പ്രസാദ്, എന്തായാലും മുഖ്യമന്ത്രി പ്രളയബാധിത മേഖലകൾ സന്ദർശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ വെള്ളം കയറിയ വീടുകൾക്കടക്കം 10,000 രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ക്യാമ്പുകളിലടക്കം ആവശ്യത്തിന് സൗകര്യങ്ങൾ നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾക്കെല്ലാം തീരുമാനമായിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ വിശദീകരിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? ഉദ്യോഗസ്ഥന്മാർ നമ്മളോട് പറഞ്ഞത്. പക്ഷെ അതിന് വിപരീതമായി കോഴഞ്ചേരി ഗസ്റ്റ് ഹൗസിൽ ആദ്യം മുഖ്യമന്ത്രി അരമണിക്കൂർ മുമ്പ് എത്തിയിരുന്നു. തുടർന്ന് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി PC വിഷ്ണുദാവെ, റാന്നി MLA അഡ്വക്കേറ്റ് പഴകുളം മധു, തിരുവല്ല MLA അഡ്വക്കേറ്റ് വർഗീസ് മാമൻ, ആറന്മുള MLA അഡ്വക്കേറ്റ് ആറന്മുള MLA തന്നെ അടൂരിന്റെ MLAയും മറ്റു ജനപ്രതിനിധികളുടെയൊക്കെ ഒരു യോഗമാണ് ആദ്യം കോഴഞ്ചേരി ഗസ്റ്റ് ഹൗസിൽ ചേർന്നത്. ആ യോഗത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് പുറത്തിറങ്ങിയേക്കുവാണ്. തുടർന്ന് അദ്ദേഹം ആറന്മുളയിലെ വിവിധ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും. മാധ്യമങ്ങൾക്ക് മുമ്പായി അദ്ദേഹം നിരവധി കാലമായി ആറന്മുളയിലെയും റാന്നിയിലെയും ജനങ്ങൾ ആവശ്യപ്പെട്ട ഒരു അടിയന്തര പരിഹാരത്തിനുള്ള ഒരു പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. പ്രധാനമായും ഡാമുകളിലെയും ഈ ജില്ലയിൽ കൂടി കടന്നു പോകുന്ന പ്രധാന നദികളിലെ മണ്ണ് നീക്കം ചെയ്ത് ഇനിയൊരു പ്രളയം ഇവിടെ എഫക്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു സത്വര നടപടികൾ കൈക്കൊള്ളുമെന്ന് ആ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഈ നദികളിലെ മണൽ വാരാതെ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതുകൊണ്ടാണ് ഒരു ചാറ്റൽ മഴ പോലും തന്നെ ഈ മേഖലകളിൽ പെയ്താല് വെള്ളം പെട്ടെന്ന് ഈ താഴ്ന്ന പ്രദേശങ്ങളിലേക്കൊക്കെ കയറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. അതിനൊരു അടിയന്തര പരിഹാരം ബഡ്ജറ്റിൽ കൊള്ളിക്കും. അതിന് ഉടൻ തന്നെ ഉള്ള ഒരു സത്വര നടപടികൾ ഉണ്ടാകുമെന്നുള്ള ആദ്യ ഉറപ്പാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിനുശേഷം ക്യാമ്പിൽ നിന്നും വീട്ടിലേക്ക് പോകുമ്പോൾ 10,000 രൂപ ധനസഹായം നൽകും. കോർഡിനേഷൻ ഉൾപ്പെടെയുള്ളവയ്ക്ക് ഉള്ള ഒരു ധനസഹായമാണ്. 150-ൽ പരം അംഗങ്ങളുള്ള ഈ ക്യാമ്പിൽ ബാക്കി കൂടുതലായിട്ട് എത്തുന്നവരെ മറ്റൊരു ക്യാമ്പിലേക്ക് മാറ്റാനുള്ള ക്രമീകരണം ചെയ്യുന്നുണ്ട്. 24 മണിക്കൂറും ആരോഗ്യവകുപ്പിന്റെ സേവനം ലഭ്യമാക്കിയിട്ടുണ്ട്. ഇനിയും ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ, മറ്റ് കിടക്കകൾ, എന്തൊക്കെ തരത്തിലുള്ള ആവശ്യമാണോ അത് രാഷ്ട്രീയം നോക്കാതെ ഏതൊക്കെ മേഖലകളിൽ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അത് പരിഹരിക്കാനുള്ള നടപടി ക്രമങ്ങൾ
ഉദ്യോഗസ്ഥന്മാർക്കുള്ള ഒരു മുൻഗണന എന്ന നിലയിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച ഇവിടെ അതിതീവ്രത മഴ ഉണ്ടായപ്പോൾ നമുക്ക് മുന്നറിയിപ്പ് ഉണ്ടെങ്കിലും മുൻകരുതൽ എടുക്കാനുള്ള ഒരു സമയത്തിനുള്ളിൽ തന്നെയാണ് ഈ മിന്നൽ പ്രളയം ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് കൊച്ചിയിലെ കുസാറ്റ് ഉൾപ്പെടെയുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഒരു സഹായം ഈ മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു സഹായം വരും ദിവസങ്ങളിൽ ക്രമീകരിക്കാനുള്ള ഒരു അടിയന്തര നടപടി ഉണ്ടാകും. പത്തനംതിട്ട ജില്ലയെ പ്രത്യേക ഒരു പാക്കേജായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇനിയും ഇവിടെ ഒരു സ്ഥിരം ഒരു ദുരന്ത നിവാരണത്തിന്റെ ഒരു പ്രത്യേക ഒരു ഫോക്കസായി തന്നെ ഉൾക്കൊള്ളുമെന്നാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് ഇപ്പം അറിയിച്ചിട്ടുള്ളത്. കാർത്തു. ശരി, വ്യക്തമാണ്. പ്രസാദ് എം ജിയാണ് വിവരങ്ങൾ നൽകിയത്.